എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ ചാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാർച്ച് 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മാർച്ച് 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, ജഡ്ജ്മെൻറ്റ്, ക്വീൻ ഓഫ് സോർഡ്സ്, ടു ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 6 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. ആദ്യം തന്നെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ നിങ്ങളൊരു പേഴ്സണൽ എവല്യൂഷൻ, ഒരു ഫ്രീഡമാണ് കാണിക്കുന്നത്. ലൈഫിൽ നിങ്ങൾ ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നുള്ളത്, ജീവിതത്തെക്കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ ലൈഫ് എന്താണ്, നിങ്ങളെങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഒത്തിരി മെറ്റീരിയലിസ്റ്റിക്, അതായത് പണത്തിന് പിറകെ പോകുന്നൊരു, അതായത് അതൊരു തെറ്റെന്നുള്ള രീതിയിൽ, അതായത് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിന് ഒത്തിരി ഊന്നൽ നൽകുന്നു. ജീവിതത്തിലുള്ള മറ്റു സന്തോഷം, അതായത് സാമ്പത്തികമായിട്ട് നേടിത്തരാത്ത, ഇപ്പോൾ വളരെ വിലപ്പെട്ടൊരു വസ്തു, ഒരു സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട്, അങ്ങനെ എന്തെങ്കിലും വസ്തുക്കളാണ് നിങ്ങൾക്ക് സമാനമായിട്ട് ലഭിക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി വളരെയധികം ഹാപ്പിയാവും. അതേസമയം തന്നെ ഒരാൾ സ്വന്തം കൈകൊണ്ട് ചെയ്തെടുത്ത എന്തെങ്കിലും ഭംഗിയുള്ള വസ്തുക്കളാകുമ്പോൾ, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പണം നൽകുന്ന കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു രീതിയായിരുന്നെങ്കിൽ അതിൽ നിന്നുള്ളൊരു മാറ്റമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആവശ്യമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതിന് പുറകെ മാത്രം പോവാതെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന മെറ്റീരിയലിസ്റ്റിക് അല്ലാത്ത കാര്യങ്ങളും ജീവിതത്തിലുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ള ആത്മീയ കാര്യങ്ങൾ, ദൈവിക കാര്യങ്ങൾ താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ പാഷൻ, അതായത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന പടം വരയ്ക്കുന്നു, ചിത്രരചനയോ പാട്ടുപാടുന്നു, നൃത്തം ചെയ്യുന്നു, മറ്റെന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും NGO അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗനൈസേഷൻ, ഇപ്പോൾ ടെലിഗ്രാം അതുപോലെ എന്തെങ്കിലും ഗ്രൂപ്പ് കാര്യങ്ങളിൽ ഒരുമിച്ച് ചേർന്നിട്ട് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഏരിയയെക്കുറിച്ച് സംസാരിക്കുന്നു. അതുപോലെയുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, നിങ്ങളിപ്പോൾ ബന്ധങ്ങളിൽ ഇപ്പോൾ ഓടി നടന്ന് ചില ആളുകൾ വർക്ക് ചെയ്യുന്നു, ഫാമിലിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നു, പക്ഷെ അവർക്ക് ഫാമിലിയുടെ കൂടെ ഇരിക്കാൻ സമയമില്ല. അപ്പോൾ ഈ കഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് അവർക്ക് ഒത്തിരി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതാണ് സന്തോഷം എന്നുള്ളൊരു ചിന്തയിൽ. പക്ഷെ മറിച്ച് കുറച്ച് സമയം അവരുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുന്നൊരു നിങ്ങളുടെ ആ ഒരു ചട്ടക്കൂടിനകത്ത്, അല്ലെങ്കിൽ ആ ബബിളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. നിങ്ങളുടെ തീർച്ചയായിട്ടും പേജ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഒരുപക്ഷെ ബാല്യത്തിൽ നിങ്ങൾ ഇത്രയും സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിന്ന ഒരു വ്യക്തിയായിരിക്കില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് കിട്ടിയത് നിങ്ങൾക്ക് കിട്ടാത്തൊരു വിഷമം നിങ്ങൾക്കുണ്ടാവാം. അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി നല്ല കാര്യങ്ങളാണ്, ആ ഒരു ചിന്തയാവാം. പക്ഷേ അവർ നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾ മിസ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത കാര്യങ്ങൾ. പക്ഷെ നിങ്ങളുടെ മക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഇപ്പോൾ മിസ് ചെയ്യുന്നത് നിങ്ങളോടത്തെ സമയമാണ്. കാരണം അവർക്ക് കിട്ടാത്തത് അതാണ്. ഇപ്പോൾ ഏതൊരാളെ സംബന്ധിച്ച് അവർക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ ആയിരിക്കും അവർ മിസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ച് ലൈഫ് ഒന്ന് ബാലൻസ് ചെയ്ത് ആവശ്യത്തിനുള്ള സാമ്പത്തിക കാര്യങ്ങളും അതേസമയം തന്നെ വേണ്ട മറ്റു കാര്യങ്ങളിലും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൂടുതലായിട്ട് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഫ്രണ്ട്സായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, നിങ്ങൾ കൂടുതലായിട്ട് അവർക്ക് വേണ്ടുന്ന സമയം കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വന്തം നീഡ്സ് നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നൊരു വ്യക്തിയാണ്, നിങ്ങൾക്ക് വീട്ടിൽ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ മക്കളോ അച്ഛനമ്മമാരോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നു, അവർക്ക് നല്ല നല്ല ഡ്രസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും. നിങ്ങൾ ഒരിക്കൽ പോലും അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. നിങ്ങളുടെ ഒരു ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, അതായത് കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ചിന്തയാണെങ്കിൽ അതിൽ നിന്നൊന്ന് മാറി ഇടയ്ക്കൊക്കെ നിങ്ങൾക്കും നല്ല വസ്ത്രങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങുന്ന ഒരു രീതിയാണ്. കാരണം അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് നിങ്ങളും നല്ല വസ്ത്രം ധരിച്ച് നടക്കണം എന്നുള്ളത്.
അപ്പോൾ ആ ഒരു ചിന്ത മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. ജഡ്ജ്മെൻറ്റ് എനർജിയാണ് ഇവിടെ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നടക്കുന്നുണ്ട് എങ്കിൽ, കോടതി കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഇതാണ് എങ്കിൽ, അത് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫേവറിൽ വരുന്നത്, നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ, ന്യായത്തിൻ്റെ ഒരു എനർജി ആണുള്ളത്. സാറ്റേൺ എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സാറ്റേൺ ജസ്റ്റിസ് ആണ്. അപ്പോൾ ന്യായം നിങ്ങളുടെ ഭാഗത്താണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേവറിലാണ് വിധി വരുന്നത്. പക്ഷേ ഇനി അഥവാ അങ്ങനെ അല്ല എങ്കിൽ, ഒന്നുകിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അതിന് കുറ്റബോധം ഉണ്ട് എങ്കിൽ അതിന് വേണ്ടുന്ന പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ഇത് കോടതിയിലേക്ക് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിരിക്കില്ല. അപ്പോൾ ആ വ്യക്തിയായിട്ട് സംസാരിച്ച് ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെൻറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അതിന് ശ്രമിക്കാവുന്നതാണ്. ഇത് ഈ ഒരു നിങ്ങൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം, ജഡ്ജ്മെൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിൽ ജഡ്ജ്മെൻറ്റ് എന്താണെന്ന് അറിയാം. നിങ്ങൾ ചെയ്ത ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞൊരു സെൽഫ് റിയലൈസേഷനാണ്. നിങ്ങൾ തന്നെ മനസ്സിലാക്കുകയാണ് നിങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ അത് ഇഗ്നോർ ചെയ്ത് അവഗണിച്ച് വിടാതെ അതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അത്ര വലുതായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഫസ്റ്റ് ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ പശ്ചാത്തപിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് പുറത്ത് കാണിക്കുന്നതല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള പശ്ചാത്താപമാണ് ആ മുകളിലിരിക്കുന്ന ആൾ കാണുന്നത്, അല്ലെങ്കിൽ ആ പ്രപഞ്ചശക്തി കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പല ബന്ധങ്ങളും യാത്രകളും സപ്പോർട്ട് സിസ്റ്റം, നിങ്ങളുടെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി യാത്രകൾ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ചുറ്റുപാടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോടുള്ള ഒരു നിങ്ങളുടെ പ്രവൃത്തികളും രീതികളും ഒക്കെ വ്യത്യാസപ്പെട്ട് വരുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി കമ്പാഷനേറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം ക്യൂൻ ഓഫ് സോർഡ്സ് എനർജിയാണ്. അപ്പോൾ കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി എല്ലാവരോടും ദയാദാക്ഷിണ്യവും സ്നേഹത്തോടും ആദരവോടും ഒക്കെ സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഇതുവരെ തെറ്റായിട്ടുള്ള വഴിയിൽ നയിച്ചിട്ടുള്ള ആളുകളുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഏതൊരു കാര്യത്തിലും. പക്ഷെ നിങ്ങൾ ശരിയായിട്ടുള്ള വഴിയിലല്ല പോകുന്നതെങ്കിൽ ആ വഴിയിൽ സപ്പോർട്ട് ചെയ്യുന്നവരും നിങ്ങളെ പുറകോട്ടേക്കാണ് വലിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വഴിയിലേക്കാണ് തള്ളുന്നത്. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവായി പോകുന്നു എന്നുള്ളൊരു ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു സാഹചര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷൻ, വലിയൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇത് കാണിക്കുന്നത്. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അതായത് കാണേണ്ടത് കാണുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ എന്തെങ്കിലും കണ്ണുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം, കാറ്ററാക്ട് അതുപോലുള്ള സിറ്റുവേഷനിലൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. ടു ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ചിന്തകൾ, ഇത് ചിന്തകൾ മാത്രമാണ് കാണിക്കുന്നത്. സാമ്പത്തികമായിട്ട് നിങ്ങൾ നല്ലൊരു സ്ഥിതിയിലാണ്, അത്ര വലിയ ഉയർച്ച അല്ലെങ്കിലും നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കാൻ നല്ലൊരു സ്ഥിതി തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ അനാവശ്യ ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ, എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ എന്താവും, എങ്ങനെയാവും എന്നൊക്കെ, അത് വിട്ടുകളയാം. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യം സ്വന്തമായിട്ട് അധ്വാനിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലാവാം. കാരണം ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതും. അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നൊരു സമയമാണ് ഇപ്പോൾ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, പക്ഷെ നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് തോന്നുന്നതായിട്ട്. അത് മാനസികമാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നല്ല അതിനർത്ഥം. 6 ഓഫ് വൺസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ്, ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. വിദ്യാഭ്യാസ കാര്യത്തിലും സ്കോളർഷിപ്പ് കാര്യങ്ങൾ, മത്സര പരീക്ഷകളിലൊക്കെ ഒത്തിരി വിജയം സാധ്യതകളും അവാർഡ്സ്, റെക്കഗ്നീഷൻസ്. അപ്പോൾ മറ്റ് ഒരു സഭയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അവാർഡും നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു സാഹചര്യം സൂചിപ്പിക്കുന്നതാണ്. ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാത്രം ആയിരിക്കണം എന്നില്ല. അപ്പോൾ പൊതുവെ അവാർഡ്സ് കാര്യങ്ങളിലൊക്കെ കാണിക്കുന്നു. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ കമ്പനിയുടെ ബെസ്റ്റ് എംപ്ലോയി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംബന്ധിച്ചിട്ട് അവാർഡ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാവാം. എന്തെങ്കിലും ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പ്രവർത്തനം ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. പൊളിറ്റിക്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ല സമയമാണ്. പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്
നല്ല പേര് കേൾപ്പിക്കുന്ന സമയം എന്ന് പറയാം. അത് ആളുകളുടെ നാലാൾ നല്ലത് പറയുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.